അവിടെ ഓപ്പോസിറ്റ് വലിയ ആത്മവിശ്വാസം. ഇതൊരു മനോഹരമായ പ്രഭാതമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് വളരെ വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് കേരള ജനതയെ തന്നെ നയിക്കാനുതകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതമാണ്. പൊന്നാനിയിൽ 10 മാറ്റുള്ള പൊന്നിൻ തിളക്കത്തോടെ UDF-ന് മഹത്തായ വിജയം ജനങ്ങൾ നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ 1.5 മാസക്കാലത്തോളം നടന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഈ വിനീതനുണ്ട്. അത് ഞാൻ ഈ നാട്ടുകാരനാണ്. നമ്മുടെ നാട്ടുകാരുടെ അഭിമാനവും അന്തസ്സും ഉയർത്തുന്ന മഹത്തായൊരു വിജയമായിരിക്കും എന്നാണ് പ്രത്യാശ. തന്നെ നല്ല തിരക്കാണ്. ആളുകൾ വളരെ കാലത്ത് ജനങ്ങൾ നമ്മുടെ സാധാരണക്കാർ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രബുദ്ധതയാണ്, വിവേകമാണ്. അത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. വളരെ സാധാരണക്കാർ, കുട്ടികൾ, വോട്ടവകാശമില്ലാത്ത കുട്ടികൾ വരെ അവർക്ക് നല്ല ബോധമുണ്ട്. എന്താണ്, ഏതാണ്, എങ്ങനെയായിരിക്കണം രാജ്യം, ഭാവി, സമൂഹം, വോട്ട്, രാഷ്ട്രീയം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സാധാരണക്കാരായ സഹോദരന്മാർക്ക്, സഹോദരിമാർക്കുള്ള, ആബാലവൃദ്ധം ജനങ്ങൾക്കുള്ള നിശ്ചയദാർഢ്യം അത് ബോധ്യപ്പെട്ട ആൾ. എത്രയോ ബോധ്യപ്പെട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഈ ഫേസിലാണ്, ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ദേശീയമായിട്ട് മറ്റോരോ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇത് ഡൽഹിയിലും ഇന്ത്യ സഖ്യത്തിലൂടെ ഒരു തിളക്കമാർന്ന വിജയം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കുന്നതിൽ മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിലേക്കുള്ള വലിയ ഒരു സുപ്രഭാതം, വലിയൊരു സൂര്യോദയം. ഡൽഹിയിലൊരു മതേതര സർക്കാർ എന്ന സൂര്യോദയം, അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതാണ് UDF. അതിലേക്കും കൂടി നയിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിലുണ്ടാവാൻ പോണത്.